ഇതാ പാറ്റാ പ്രക്ഷോഭമൊക്കെ വലിയ വിജയമായതിന് പിന്നാലെ വലിയ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമൊക്കെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നമ്മുടെ യുവത. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലടക്കം വലിയ ആഘോഷ പരിപാടികളൊക്കെയാണ് യുവത സംഘടിപ്പിച്ചത്. ഒപ്പം ഇതാ ദില്ലിയിലും SFIയുടെ നേതൃത്വത്തിലൊക്കെ വലിയ ആഘോഷം, വലിയ ആഹ്ലാദ പ്രകടനമൊക്കെയാണ് നടത്തുന്നത്. അതിൽ വലിയ പങ്കാളിത്തവും ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് മുദ്ര കുത്തിയ ഒരു കൂട്ടായ്മ, യുവാക്കളുടെ കൂട്ടായ്മയായിരുന്നു CJP എന്ന് പറയുന്നത്. ആ CJPക്ക്, ആ അരാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് മുദ്ര കുത്തിയ ആ കൂട്ടായ്മയ്ക്ക് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ, ഭരണചക്രം തിരിക്കുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ, പിടിപ്പുകേടുകളെ ചോദ്യം ചെയ്ത് പ്രതിഷേധം തീർത്ത് താഴെയിറക്കാനായി എന്നുള്ളത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ ഒരു ചരിത്രമായി തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്ന ഒന്നാണ്. കാരണം അത്തരത്തിലുള്ള പല വ്യക്തികളും അവരുടെ ഭരണത്തിലെ പോരായ്മകൾ കൊണ്ട് രാജിവെച്ചു പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നടക്കം. അത്തരത്തിലൊരു ഈ കാലഘട്ടത്തിലെ ഒരു അടയാളപ്പെടുത്തലായി കൂടി പാറ്റാ പ്രക്ഷോഭം മാറുകയാണ്. അതിൻ്റെ വലിയ ആഹ്ലാദത്തിലാണ് ദില്ലിയിലുള്ള യുവത. ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ദില്ലിയിൽ SFI സംഘടിപ്പിച്ച ജാഷൻ ഇൻകുലാബ് എന്ന പരിപാടി ഏറെ വ്യത്യസ്തമായി. പോലീസ് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പരിപാടിയിൽ സംസാരിച്ചു. हम सब मिलकर जो लड़ाई लड़ रहे थे पेपर लीक के माफिया के खिलाफ, BJP RSS के नेक्सस के खिलाफ, उसमें जो विक्ट्री मिली है स्टूडेंट्स की लड़ाई को, यूथ की लड़ाई को, उसको कमेमोरेट करते हुए हमने इस प्रोग्राम को यहाँ पे आयोजित किया है। और हमें बहुत बहुत खुशी है कि आप सभी हमारे साथ जुड़ के इसे सक्सेसफुल बनाने के लिए आए। हम लोगों ने ये शुरुआत करी थी इस लड़ाई की, 40 दिन हमने ये करीब लड़ाई लड़ी। हमने शुरुआत करी थी धर्मेंद्र प्रधान के इस्तीफ़ा मांगने से, और हमने ये लड़ाई ख़त्म करी धर्मेंद्र प्रधान का इस्तीफ़ा लेके। तो ये हमारी एक बहुत बड़ी जीत है. തീക്ഷ്ണമായ 35 ദിവസത്തെ സമരാനുഭവങ്ങളിലൂടെ കടന്നുവന്ന വിദ്യാർത്ഥികൾ ദില്ലിയിലെ സുർജിത് ഭവനിലാണ് ഒത്തുകൂടിയത്. ദില്ലിയിലെ സമരം തുടക്കം മാത്രമാണെന്ന് SFI അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യയും പ്രസിഡന്റ് ആദർശം സജിയും പറഞ്ഞു. How the younger generations nowadays do. So we have drawn inspiration from our Gen Z and Gen Alpha, not in terms of only reshaping the stage, but how they have reshaped our country, how they have reshaped our thoughts, how they have reshaped the languages of the movement. We must credit them big salutes to the Gen Z and the Gen Alpha and the younger generations of the country. Huge red salutes from all of us. We want to continue this struggle. Only this Dharmendra Pradhan had resigned. Along with that, we are demanding the resignation of the scrapping of National Testing Agency also. വിദ്യാർത്ഥി സമരത്തിന് ആദ്യഘട്ടം മുതൽ പിന്തുണ നൽകിയ നടൻ സുധീർ സാംഗ്വാൻ അടക്കമുള്ളവർ സംസാരിച്ചു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി സുധീർ സാംഗ്വാനെ ആദരിച്ചു. सो पूरा भारत में ये आंदोलन एक नया इतिहास का रास्ता बनाया. लेकिन कोई पत्रकार ऐसे बोलते थे, मैं सुनाया, पहले बार ये छात्र नौजवान संघर्ष नरेंद्र मोदी को हराया. ജോൺ ബ്രിട്ടാസ് MPയും സമരപോരാളികളെ ആദരിച്ചു. For the first time, the fear has lost their voice. Courage has started speaking. That is the change that has affected. And now we have endorsed the fact that dissent is not a choice, but dissent is a duty. Earlier it was a choice. Now for all of us, it has become a duty. A lot of things we need to learn from this Jantar Mantar protest and how it has affected Indian politics.
apart from the decisions that have come, it's a process which would regain the democratic process in this country, which was being eclipsed by authoritarian regime, which was intoxicated by the media alibi, thinking that there is total power in the hands of the Prime Minister. New vocabularies have started. Now there is a vocabulary called cockroached. That means one minister has been thrown out. So we have to cockroach many other people in Indian politics, including Narendra Modi. This is a historical day. You fought against authoritarianism. You fought for justice. Pellets gun were defeated. Batons were defeated. Gen Z and Indian youth and Indian students wrote a history in the history of our country, the largest democratic republic in the world. हम सब इस जहान में जिंदगी के गीत गाएं, गीत गाएं। हम सब इस जहान में जिंदगी के गीत गाएं, गीत गाएं। गीतों से आंधियां मचल उठे, लाल फूल हर तरफ खिल उठे। गीतों से आंधियां मचल उठे, लाल फूल हर तरफ खिल उठे। नगमों से डर के मौत भाग जाए, सुन के सुन जिंदगी सुराग पाए। नगमों से डर के मौत भाग जाए, सुन के सुन जिंदगी सुराग पाए। जश्न-ए-इंकलाब तक हम जीत गए, हमारी लड़ाई जीत गई। और साथियों, हम सबको मालूम है कि 20 जुलाई को क्या हुआ था। हम सब ने मीडिया में देखा, न्यूज़ में तो हम नहीं देख सकते, क्योंकि ये जो गोदी मीडिया है वो तो नहीं दिखाएगा, छात्रों को आतंकवादी बोलेगा। हम सब इस जहान में जिंदगी के गीत गाएं, गीत गाएं। हम सब इस जहान में जिंदगी के गीत गाएं, गीत गाएं। गीतों से आंधियां मचल उठे, लाल फूल हर तरफ खिल उठे। गीतों से आंधियां मचल उठे, लाल फूल हर तरफ खिल उठे। नगमों से डर के मौत भाग जाए, सुन के सुन जिंदगी सुराग पाए। नगमों से डर के मौत भाग जाए, सुन के सुन जिंदगी सुराग पाए। रात में चिराग आशा का जले, रात में चिराग आशा का जले। इस जहां में हम वो गीत गाए जाए, हम सब इस जहान में जिंदगी के गीत गाए, मुक्ति के गीत गाए, गीत गाए।
आंदोलन में जितने भी साथियों ने तन से, मन से, धन से जो सहयोग किया है, उन सब का हृदय से आभार व्यक्त करता हुआ उनको क्रांतिकारी सलाम पेश करता हूं। निश्चित रूप से ये बहुत बड़ी जंग हमारे विद्यार्थियों ने लड़ने का काम किया है और अब सबसे आगे लड़ाई यही होगी, सबको शिक्षा, सबको काम, वरना होगी नींद हराम। शिक्षा से जहन जगे हैं, शिक्षा से जहन जगे हैं, होने लगी हलचल, होने लगी हलचल। शूद्रों के वेद पाठ से मची है उथल पुथल, शूद्रों के वेद पाठ से मची है उथल पुथल। The struggle that we have seen in the last few days in Jantar Mantar and across the country is not only the struggle of the last 37 days. There are lakhs of comrades, lakhs of students and youth who have been fighting inside this country, inside this society to ensure that education should be the right inside this country, inside this society. इनकलाब जिंदाबाद,